നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഹൗസ് ബോട്ടിംഗ് ട്രിപ്പാണ്. മെയിനായിട്ട് ആലപ്പുഴയ്ക്ക് പോയിട്ട് അവിടുത്തെ ബോട്ടിലൂടെയുള്ള യാത്ര, പിന്നെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തോടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, കാഴ്ചകൾ എങ്ങനെയാണ്, ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കോട് കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വാചോടിക്കുന്നതിനായിട്ട് മുമ്പ് അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിംഗ് ട്രിപ്പിലേക്ക് പോകാം. റെഡി, സ്റ്റഡി, ഗോ. പിന്നെ ഒരു ബാത്റൂം കൂടി ഉണ്ട്. അത് ടോയ്ലറ്റ് ഫെസിലിറ്റി, ബാത്ത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വാഷ് ബേസിൻ കാണാം. വാഷ് ബേസിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. പിന്നെ ഒരു മിററും കൂടി ഉണ്ട് അതിൽ. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു വാഷ് ബേസിനാണ്. അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അടുത്ത റൂമാണ്. അടുത്ത റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൂമിൻ്റെയും വലിപ്പം ഏകദേശം സെയിമാണ്. പുറത്തുനിന്നുള്ള ഒരു വ്യൂ കാണാം നമുക്ക്. കണ്ടാ, ഇതാണ് നമുക്ക് റൂമിൽ നിന്നുള്ള വ്യൂ. നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഗ്ലാസ് ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിപ്പമുള്ള ബെഡാണ്. ഇതാണ് മൂന്നാമത്തെ റൂം. നല്ല ഭംഗിയായിട്ട് ഷീറ്റ് വിരിച്ചേക്കണുണ്ട. നല്ല ടവല്, നല്ല വ്യൂ ആണ്. കിടന്നുള്ള, നമ്മൾ ബെഡിൽ കിടന്നുള്ളൊരു വ്യൂ എടുക്കുകയാണ്. നല്ല സൂപ്പർ രസമുള്ള, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ടവലിട്ടേക്കണുണ്ടാ, എത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണം നോക്കിയേ. കുറച്ച് നേരത്തേക്കുള്ളൂ കേട്ടോ, 5 മിനിറ്റ് നേരത്തേക്കുള്ളൂ. പിള്ളേർ ഇപ്പം തന്നെ അലമ്പാക്കും. നല്ല കളർ കോമ്പിനേഷൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്യൂ എന്ന് പറയുന്നത് റൂമിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, നല്ലൊരു വ്യൂ ആണ്. അത് നമുക്ക് പിള്ളേരെ കൊണ്ടുവരുമ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, എങ്ങനെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് വിടാം അവരെ. ഞാനതിപ്പോൾ ബാക്കോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പക്ഷികളൊക്കെ നല്ല അടുത്ത് പോകണ പോലെ തോന്നുന്നുണ്ട്. വേണ്ട, ബാക്കോട്ട് ഇറങ്ങിയാണ് ഞാൻ. ബാക്കോട്ട് ഇറങ്ങി വേണ്ട, ഈ കിടന്നു കഴിഞ്ഞാലും ഈ വ്യൂ കിട്ടുന്നതാണ് നമുക്ക്. എന്നുവെച്ചാൽ നമുക്ക് അടുത്ത് കിച്ചണിലേക്ക് പോവാം. കിച്ചണിലെ താരങ്ങളാണ് നമ്മുടെ ബാബുചേട്ടനാണ് മെയിൻ ഷെഫ്. ബാബുചേട്ടനെ ഹെൽപ്പായിട്ട് നമുക്ക് ആനന്ദും ഉണ്ട് ഇവിടെ. ഇതാണ് ആനന്ദു. പിന്നെ നമ്മുടെ ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ അവിടെ പോയി. ഇതാണ് വിനോദ്. അത് ഹിന്ദിക്കാരനാട്ടെ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ബാബുചേട്ടൻ ഭയങ്കര ഹെൽപ്പാണ്. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കണം നോക്കാം. നമുക്ക് ആദ്യം തന്നെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാലഡ്, പിന്നെ മോര്, നാടൻ മോര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് പിന്നെന്താണ് ഉപ്പ്, നമ്മുടെ അച്ചാറ്, നാരങ്ങ അച്ചാറാണേ, പിന്നെ കരിമീൻ വറുത്തത്, നാടൻ കരിമീനാണെന്ന് പറഞ്ഞത്, ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് എന്നിട്ടാണ് പപ്പടം, അടിപൊളി പപ്പടം, പിന്നെ സവാള സൈഡായിട്ടാണ്. പിന്നെ 2 കറിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. കണ്ട 2 കറി നമുക്ക് മുകളിൽ തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് അറിയാം. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ബോട്ട് ഒരു സൈഡിലേക്ക് നിർത്തുകയാണ്. അത് മുകളിലാണ് ലഞ്ച്. സൂപ്പർ ലുക്ക്. ഓക്കെ, നമ്മുടെ ഗിരീഷ് ഏട്ടനാണ് ഇവിടെ സാങ്ക്. ഹലോ. ഈ ബോട്ട് മാത്രമാണോ മെയിനായിട്ട് ഓടിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ടോ? 3 ഉണ്ട് ഞങ്ങൾ. ആ ഓക്കെ ഓക്കെ ആണല്ലേ. പിടിച്ചേക്കണോ? നമ്മളിവിടെ നിർത്തുകയാണ്. നമുക്ക് മുകളിലേക്ക് കയറാം ലഞ്ച് കഴിക്കാനായിട്ട്. നമ്മൾ ഡെക്കിൻ്റെ വ്യൂ കണ്ട, നല്ലൊരു വ്യൂ ആണ് ഇതിന് കേട്ടോ. കാണിച്ചു തരാം. ഡെക്കിലെത്തിയിരിക്കുകയാണ്, നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. ലഞ്ച് കഴിക്കാനായിട്ട് ടേബിൾ റെഡിയാണ്. ഡെക്കിൽ AC ഇല്ല, പക്ഷെ നല്ല അടിപൊളി ഫാൻ ഇട്ടിട്ടുണ്ട് അവർ. നല്ല വ്യൂ ഉണ്ട് ഇതുണ്ട്. കറി, ക്യാബേജ് ഉണ്ട്, അച്ചാറ് ഉണ്ട്, മോര്, എന്നിട്ടാണ് അച്ചിങ്ങ തോരൻ. ദാറ്റ് ഈസ് ഫിഷ് ഫ്രൈ. കരിമീൻ ഫ്രൈ ഉണ്ട്. ചോറ്, സാമ്പാറുണ്ട്, പപ്പടം. നല്ല ചൂടുണ്ട് തോന്നല്ലോ വെച്ചാൽ. ചൂട് അപ്പം തന്നെ ഉണ്ടാക്കിയാണ്, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യണം. ഫുഡ് ഗുഡ്. വിച്ച് വൺ? സാമ്പാർ ഈസ് വെരി നൈസ്. ഇത് കരിമീൻ, ഹൗ ഈസ് കരിമീൻ? പൊന്നു എങ്ങനെയുണ്ട്? ഗുഡ്. അപ്പോൾ നമ്മൾ ഈവനിങ് ആയി, ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റിലാക്സായി. അപ്പോൾ ചേട്ടന്മാർ കിച്ചണിൽ നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. ഈവനിങ്ങിനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ എന്താണ് കോളിഫ്ലവർ ചില്ലി വെച്ച് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് കുറച്ച് നമുക്ക് ഈ ഷേഡിൻ്റെ ഇവിടെ പുറത്തിരിക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇത് കാണാനായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാല. ഓക്കെ,
നമുക്കിപ്പോൾ ഗിരീഷേട്ടനെ പരിചയപ്പെടാം. അദ്ദേഹമാണ് നമ്മുടെ സ്നാക്ക്. ഹലോ ഗിരീഷേട്ടൻ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ട്രിപ്പിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തത് മറ്റേ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന്. ഓക്കെ. നമ്മൾ അതിനുശേഷം അവിടെ നിന്ന് പോയിട്ടുള്ളത് നേരെ പുന്നമട വന്നിട്ട് വലിയ ലേക്ക് വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങി. ഓക്കെ. അവിടെ നിന്ന് കറങ്ങി നമ്മൾ മാർത്താണ്ഡം കായലിൽ അവിടെ വന്ന് ലഞ്ച് ബ്രേക്ക് ഇട്ടു. ഓക്കെ. ശേഷം 3 മണിയാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ചിത്തിരി കായൽ വഴി കറങ്ങി. ഇത് മതികായൽ വട്ടക്കായലാണ്. ഇത് മതികായലല്ലേ? ഇവിടെ പോയിരിക്കണം. അതിനുശേഷം നമ്മൾ ചെറിയൊരു എയർപോർട്ടിലേക്ക് കയറി. ഓക്കെ. കുറ്റിത്തോടെന്ന് പറയും. കുറ്റിത്തോട്. ഓക്കെ. കൈനഗിരി ടച്ച് ചെയ്ത് നമ്മൾ 5 മണിക്ക് ഹാൾട്ട് ചെയ്യുന്ന അവിടെ എത്തിയിരിക്കും. ഓക്കെ. അതിനുശേഷം അവിടെ സ്റ്റേ ഫുൾ നൈറ്റ് അവിടെ ആയിരിക്കും. ഓക്കെ. നമ്മുടെ നൈറ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് എന്തിട്ടാണ് സംഭവം? നൈറ്റ് സ്റ്റേ ചെയ്ത് നമ്മൾ കയറിൻ്റെ ഓപ്പോസിറ്റ് കാര്യത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫുൾ നൈറ്റ് അവിടെ ആയിരിക്കും. ഓക്കെ. ഫുൾ നൈറ്റ് അവിടെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബോട്ട് സ്റ്റായത് വണ്ണൂർ ടൂറിസ്റ്റ് ഹോട്ടൽ. ആണല്ലേ? ഇതിലൂടെ ഒരു യാത്ര ചെയ്യാം. ഇപ്പൊ നമ്മള് ഇത് കയ്യിലേക്കാണ് കയറിയ കായലല്ല ഇത്. ഇതിപ്പോ ചെറിയ കനാല് കൈനഗിരി. ഓക്കെ. ഓക്കെ. തുടക്കം അല്ലേ? കൈനഗിരിയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മള്. കുറച്ചൊരു മീനെ പിടിക്കാനായിട്ട് വലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് പോയി കാണാം. ഇത് നല്ല വലിയ ബോട്ടാണോ? ചെറുതാണോ വലുതാണോ? ഇത് 2 ബെഡ്റൂം ഒരു ബോട്ട്. മേടിയില്ലല്ലേ? 2 ബെഡ്റൂം ഹൗസ് ബോട്ട്. എല്ലാം AC ആണോ? നല്ല പ്രീമിയം ആണോ? അല്ലേ? ഇവിടെ ഒരു ചേട്ടൻ മീനെ പിടിക്കുന്നുണ്ട്. ഈ പോട്ടിൽ ഇങ്ങനെ പായൽ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? ഈ പായലല്ലേ? താഴെ അടിക്കൂടി പോകുന്ന ഏതാ? അവിടെ വലുത് കുഴപ്പമില്ല. ചെറിയ പായലും ഈ മീതെ പൊങ്ങിക്കിടക്കുന്നത് കുഴപ്പമില്ല. ആണ് കട്ടായി പോകും. ഇതിപ്പോ എഞ്ചിൻ എന്ന് പറയണത് എത്ര ഇതുണ്ട്? നല്ല പവർ ആയിരിക്കും അല്ലേ? എഞ്ചിൻ തന്നെ ആണല്ലേ? അപ്പൊ ഒരു എഞ്ചിനല്ലേ ഒരെണ്ണം? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം മറ്റേ എഞ്ചിന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എഞ്ചിന് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വരാ? മാറ്റം വേറെ ഇത് ചെയ്തത് നമുക്ക് പറ്റിയില്ലെങ്കിൽ മെക്കാനിക് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളിപ്പോൾ ആളെ വിളിച്ചിപ്പോൾ ബോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ആ വെള്ളം വെളിയിലേക്ക് വന്നില്ലെങ്കിൽ കഴുത്ത് ഓഫായി പോകും. ഒരു ഹാഫ് ആൻ അവർ നല്ല ഓടും. വെള്ളം വെളിയിലേക്ക് വന്നില്ല ഈ ടയർ പിന്നെ നിന്ന് പോകും. ഈ വെള്ളം വേറെ വഴിയിൽ നിന്ന് വലിച്ചെടുത്ത് ഇതിൽ തണുപ്പിച്ച് വെളിയിലേക്ക് ഒരു ചുണ്ട് വെള്ളമാണ്. വെള്ളം വരുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്ന AC അല്ലേ? മെയിനായിട്ട് ഒരു റൂമിന് ഒരു AC വെച്ചല്ലേ? അങ്ങനല്ലേ? 4 ഉണ്ടെങ്കിൽ 4 റൂം ഉണ്ടാവണം. ഓക്കെ.
അടുത്തൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഇത് ഒരുമാതിരി വലിപ്പമുണ്ടല്ലോ ഇതിന്. 3 ബെഡ്റൂം ആണല്ലേ, പക്ഷെ പ്രീമിയം ഒന്നും അല്ലേ ഇത്? ആ അപ്പുറ സൈഡിൽ കൂടെ റെയിൻബോ എന്ന് പറയുന്ന ജയറാമിൻ്റെ കമ്പനി അല്ലേ? ജയറാമിന് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അവിടെ മറ്റേ കോട്ടയത്തല്ലേ? ആലപ്പുഴ. ആലപ്പുഴ മാത്രമേ ഉള്ളൂ? ആ ഇത് ഈ പോണതിൻ്റെ ട്രിപ്പ് ആയിക്കല്ലേ? ആണല്ലേ? ആ അതെങ്ങനെ മനസ്സിലായി നമുക്ക്? ആ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ പോകണം അല്ലേ? ആ ആ രാവിലത്തെ ആണല്ലേ? ഓക്കെ. ലെവലുണ്ടല്ലേ ഇപ്പോഴും? വെള്ളം ശരിയാ. ഇപ്പൊ ഇത് വെള്ളപ്പൊക്കം വന്നപ്പോ അതിനെ ഞാൻ കുടിച്ചോളാം. നമുക്കൊരു വീട് കാണാം. വെള്ളപ്പൊക്കം വന്നിട്ട് അത് പോയതാണോ നല്ലത്? പോയിട്ട് വീണ്ടും പണിതാണത്? അല്ല, അവിടെ പുതിയ അങ്ങനെ ചെയ്തേക്കണം അല്ലേ? ഫുള്ളും തൂണിലാണ് പണിതേക്കണം അല്ലേ? ഫുള്ള് ഒരു 5-6 പില്ലർ ഇട്ടിട്ടുണ്ട് അല്ലേ? 5-6 അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു 2 നില എന്ന് തോന്നും. താഴെയൊന്നുമില്ല. കണ്ട നല്ല പിടിച്ചൽ ഐഡിയ ആണ്. വെള്ളം അടുത്ത പ്രാവശ്യം പൊങ്ങിക്കഴിഞ്ഞാൽ ഒന്നും പറ്റാത്ത രീതിയിൽ പണിതേക്കണം. മുല്ലപ്പുഴ വീണ്ടും തുറന്നാൽ രക്ഷപ്പെടുന്ന വീടുകളിലൊന്നായിരിക്കും ഇത്. നല്ല ഐഡിയ ഉള്ള അല്ലേ? ആ വീടും ഭംഗിയുണ്ട്. 2 നിലയാണെന്ന് തോന്നുന്നു ചെയ്യും. അതാ അതിന്റെ പൈസ മാറ്റില്ല അല്ലേ? നിങ്ങൾക്ക് ഇങ്ങോട്ട് ചുറ്റി പോകാനോ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങോട്ടാണ്? അങ്ങോട്ട് പോയിട്ട് ആ ചവറുപോലെ ഉണ്ടല്ലോ ഹൗസ് ബോട്ട്. ഒരുപാട് ഹൗസ് ബോട്ട്. അടുത്തത് ഫുള്ള് ഹൗസ് ബോട്ടുകളുടെ മാറാട്ടമാണ് അല്ലേ? 5:30 വരെയുള്ളൂ ഹൗസ് ബോട്ടിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും അവർ എവിടെയെങ്കിലും നിർത്തി സൈഡിൽ നിർത്തിയത് സ്റ്റോപ്പ് ചെയ്ത് അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഡിന്നർ കഴിക്കും. നമ്മൾ വൈകിട്ടായിരിക്കൊണ്ടിരിക്കുകയാണ്. 5-5:30 ആവേ. അപ്പോൾ അത് നിർത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എവിടെയെങ്കിലും സാധാരണ അവർക്കറിയാം എവിടെയാണ് നിർത്താവുന്നത്. അവരുടെ വീടിൻ്റെ സൈഡിലുള്ളവർ ചിലപ്പോൾ നിർത്തും. നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഹൗസ് ബോട്ട് നിർത്തിയൊക്കെയാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോയാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എന്താ ഇതാണ് പുറത്തിറങ്ങിയുള്ള വ്യൂ. ഇപ്പോൾ നിർത്തിയൊക്കെയാണത്. നമ്മുടെ ഹൗസ് ബോട്ട് കെട്ടിയിട്ടേക്കണുണ്ടല്ലേ? നമുക്കപ്പോൾ അത് പുറത്ത് കുറച്ച് ചുറ്റാനും പോയാലോ? കറങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പറഞ്ഞാൽ പുറത്ത്. അപ്പോൾ ഒന്ന് നടക്കാൻ പോവാം. വൈകിട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലൂടെ നടന്നു പോകാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് ഗ്രീനറിയാണ്. ഈ പുറത്തുള്ളവർക്ക് നല്ലൊരു ഇതായിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിപ്പോഴൊക്കെ ഗ്രീനറി കണ്ട് നമുക്ക് അത്ര ഇത് തോന്നില്ലെങ്കിലും കുറച്ച് നടന്നു പോവാം. ഇവിടെ ഈ മഴവെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ചാക്കിയിട്ട് പൊക്കിയൊക്കെയാണെന്ന് തോന്നുന്നു നേരത്തെ. അത് നമുക്ക് വേണ്ട നല്ല ഭംഗിയുള്ള പൂവട്ടാ. കുറച്ച് നടന്നു പോവാം. നമ്മളിപ്പോൾ
നടന്നതിന് ശേഷം അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയുള്ളൊരു സ്ഥലമുണ്ടെന്ന് പറയണ്ടായിരുന്നു. എത്താറായെന്ന് തോന്നണേ, കുറച്ചുകൂടി നടക്കാനുള്ള. അപ്പം നമുക്ക് രാത്രി 8 മണിയായി. ഇപ്പോൾ ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് നോക്കാം. പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി. പിന്നെ ചോറുണ്ട്. ചോറ് നല്ല അടിപൊളി ചോറാട്ടോ, നല്ല സൂപ്പറാണ്. പിന്നെ ദാല്, പരിപ്പ് കറി. പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടാണ് ചിക്കൻ കറി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഭക്ഷണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ കേട്ടോ, അത് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഭക്ഷണം കഴിക്കുക. ചപ്പാത്തി ഉണ്ട്. ഇതെല്ലാം ഭക്ഷണം കഴിക്കുക. രാവിലെ എഴുന്നേൽക്കുക. ഇതാണ് മെയിൻ പരിപാടി. നമ്മൾ രാവിലെ നേരെ വെളുത്തപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. ഒരു ചേട്ടൻ നമ്മുടെ വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നത്. അത് മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ളൊരു വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? ഇഡ്ഡലിയാണല്ലേ? ഇഡ്ഡലിയും ഇപ്പോൾ നൈറ്റ് അവിടെ കിടക്കണത് ഇപ്പം ഫ്രണ്ടിലല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ക്ലോസ് ചെയ്യണമെന്നാണല്ലേ റൂൾസ് അല്ലേ? കുക്കിംഗ് ഒന്നും പറ്റില്ല. കുക്കിംഗ് അല്ല സംഭവം. രാത്രി ആരെങ്കിലും പിന്നെ നമ്മള് ഗസ്റ്റ് തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ അറിയാതെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പ്രശ്നമാണ്. അതുകൊണ്ട് ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പം ഡെക്കിലേക്ക് കയറാം. നമ്മൾ ടെറസിലെത്തിയേക്കാണ്. ടെറസിൽ 2 നല്ല അടിപൊളി ടേബിളും വലിയ ബെഞ്ചും ഉണ്ട്. ഒരു 40 പേർക്ക് ഈസി ആയിട്ടിരിക്കാവുന്നതാണ്. പിന്നെ 4 ഫാനുണ്ട്. പിന്നെ ഇത് ഗ്ലാസ്ഡ് അല്ല. അത് പിള്ളേർക്ക് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. പിള്ളേർ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, പ്രത്യേകം ചോദിക്കണം. ക്ലോസ്ഡ് അല്ല, താഴെ പക്ഷേ ക്ലോസ്ഡ് ആണ്. കുട്ടികൾക്ക് പറ്റിയതാണ്. നമ്മൾ പിന്നെ അത് പുറത്തുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇപ്പം നിർത്തിയിട്ടേക്കണുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്ന് ഓടിച്ച് കഴിയുമ്പോഴുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് രാവിലത്തെ ഇപ്പോൾ ഘട്ടം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡെക്കിലേക്ക് കയറാം. ഇപ്പോൾ സമയം 7:30 നമുക്കിപ്പോൾ ബോട്ട് ഇപ്പം തന്നെ പുറപ്പെടുന്നതാണ്. ഡേ 2. ഇവിടെ നിന്ന് നേരെ പുറപ്പെട്ട് ഒരു 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 9 മണിയാകുമ്പോൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വീണ്ടും എത്തണം. ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം, അടുത്ത വീഡിയോ. ഓക്കെ, നമ്മുടെ അപ്പുറത്തെ ഹൗസ് ബോട്ട് പോവുകയാണ്. അപ്പോൾ കാണാം.